ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ബ്രെഡ് റോളാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇത് നമുക്ക് വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. പിന്നെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ ബ്രെഡ് റോള് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താലും മതിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ബ്രെഡ് ആവി കയറ്റിയിട്ടൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം ബ്രെഡിൻ്റെ മുകളിലേക്ക് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ട് പരന്ന് കിട്ടും. അപ്പോൾ എല്ലാ ബ്രെഡും ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ പകുതിയൊക്കെ മതിയാകും കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് കാബേജൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ചിക്കൻ റോളായത് കാരണം കൂടുതലായിട്ട് ചിക്കൻ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് ചിക്കനാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നൊരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വീഡിയോസൊക്കെ കുറച്ച് പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, സാധാ മുളക് പൊടി ആണെങ്കിലും എടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ സോസ് പിന്നെ ചിക്കൻ വേവിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണില്ല. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണത്. ഒരല്പം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് കുറച്ച് കുറവായ പോലെ തോന്നിയ കാരണമാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നീട് ഇതിലേക്ക് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഒരു സോസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒട്ടും കളറൊന്നും ചേർത്ത് കൊടുക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സോസാണ് കേട്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും കളറൊക്കെ ചേർത്തിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഈ ഒരു സോസ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കരുത്. ഒന്ന് മിക്സി ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് അല്ല ഇരിക്കണത്. അപ്പോൾ ഒന്നിങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം കൂടി പോകണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവ് പോലെ തോന്നി, അപ്പോൾ ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഒരല്പം മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഈ മിക്സിയിൽ ഒരു ജാർ എടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് കോൺഫ്ലോർ ആണെങ്കിലും മതി കേട്ടോ. ഇതിലോട്ടൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലായിട്ടും ഈ ഒരു മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൈദ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. കുറച്ച് മൈദപ്പൊടി എടുക്കുക, അതിലോട്ടൊരല്പം വെള്ളം ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. വേണ്ടത് നല്ല തിക്കായിട്ടൊരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കട്ടെ. 4 ഭാഗത്തൊക്കെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബ്രെഡിൻ്റെയും വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആവാത്ത വിധത്തിലൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിത് എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണയൊക്കെ കയറും. അപ്പോൾ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ. അപ്പോൾ മൈദ പേസ്റ്റൊക്കെ കുറവായ പോലെ തോന്നുകയാണെങ്കിലും ഒരല്പം മൈദ പേസ്റ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാതും ഞാനിവിടെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വലിയൊരു പണിയായിട്ടൊക്കെ തോന്നിട്ട് അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ബ്രെഡ് പൊട്ടി പോവാണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ അതൊന്ന് മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഓവറായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കരുത്. അത്യാവശ്യം മാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മൈദയുടെ ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തില്ലേ, ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പിന്നെ ഒരു ബ്രെഡും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലൊക്കെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇട്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു റോൾ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കണം, ഒരുപാട് ടൈമൊന്നും അതിലിട്ട് വെക്കരുത്. എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ഇട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതേപോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് കൂടെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് വീണ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. എല്ലാതും ഞാനിവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എണ്ണയൊക്കെ ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാനൊരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇട്ട് മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ ഇളകി പോകും കേട്ടോ. പിന്നെ നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോയ പോലെ ആകും. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞിട്ട് നല്ലൊരു കളറ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റിയ ശേഷം ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇന്നത്തെ ഈ ഒരു ചിക്കൻ ബ്രെഡ് റോള് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്